ഞാൻ യേശു കർത്താവ് ജനിച്ചുവെന്നും എനിക്ക് വേണ്ടി ജീവിച്ചെന്നും എനിക്ക് വേണ്ടി മരിച്ചുവെന്നും വിശ്വസിക്കുന്നു. അതൊരു സത്യമാണ്. ഈ സീസൺ ഒരു ജോയ്ഫുൾ സീസൺ ആണെങ്കിൽ നമ്മൾ ദുഃഖിച്ച് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്മസ് ആഘോഷം വേണോ വേണ്ടോ എന്നുള്ളതിന് ആ ബുധനാഴ്ച നമ്മൾ പെരയ്ക്കകത്ത് മുഖം വീർപ്പിച്ച് കുഞ്ഞുങ്ങളെയും മര്യാദയ്ക്ക് ഇരിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തിക്കൊണ്ട് ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതിലും സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ജോലിയിലെല്ലാം നിങ്ങളെല്ലാവരും അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്നവരാണ്. ജോലിയിലെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ചോദ്യം, ഞാൻ എൻ്റെ തലയിൽ തൊപ്പി വെച്ചോണ്ടാണ് ജോലിക്ക് പോകുന്നത്. തൊപ്പിയിൽ എഴുതിയിട്ടുണ്ട് ഐ ലവ് ജീസസ് എന്നും ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. എന്നാലും ചിലർ ചോദിച്ചിട്ടുണ്ട്, നീ എവിടെന്നാ, ഇന്ത്യന്നാ, ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഇവിടുന്ന് മാറി ഒളിച്ച് ജീവിക്കാം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ റെപ്രസെന്റ് ഹിം. കർത്താവിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇതുവരെ കൊണ്ടു നടന്ന ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. പർട്ടിക്കുലർലി ചോദിക്കുകയാണ്, 25-ാം തീയതിയുമായിട്ട് എന്തെങ്കിലും ബിബ്ലിക്കലി തെളിവുണ്ട്? ഒരു തെളിവില്ല. അപ്പോൾ പിന്നെ തെളിവില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരാളെ വാശി പിടിപ്പിക്കാനോട്ട് പോകും വേണ്ട. അവനങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, യേശു കർത്താവ് അവൻ്റെയും എൻ്റെയും പാവങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ്. അത് മുഖാന്തരം അനേകരുമായിട്ട് നമുക്ക് നല്ല റിലേഷനിൽ ജീവിക്കാൻ കഴിയും. കർത്താദാസൻ വചനത്തിൽ സംസാരിച്ച പോലെ ആരും പറഞ്ഞല്ലോ, പീസ് ഓഫ് മൈൻഡ്. എൻ്റെ ഹൃദയം തണുപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ അനേകർക്ക് എന്ത് കൊടുക്കുന്നവരാ? തണുപ്പ് കൊടുക്കുന്നവരാ. അനേകരുടെ ഹൃദയം ചൂട് പിടിച്ചിരിക്കുമ്പോൾ അവർക്ക് തണുപ്പ് നൽകുന്നവരാ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ സീസണിൽ കർത്താവ് പ്രത്യേകം നമ്മയും സന്തോഷിപ്പിക്കട്ടെ. എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഞാനത് ഇന്ന് രാവിലെ ചിന്തിച്ചത് കൊണ്ട് ഞാൻ ഉടനെ അത് പ്രസംഗിക്കാനായിട്ട് പോകുന്നില്ല. അത് ഞാൻ അങ്ങനെ മനസ്സിൽ ഇരുത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിന്ത ഇതാണ്, സാധാരണ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഇവിടെ നടക്കുന്ന ഒരുപാട് സമയമുണ്ട്. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഗിഫ്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഉടനെ റാപ്പ് എന്ത് ചെയ്യും? അത് വലിച്ചു കീറും. അതായത് എൻ്റെ റൈറ്റ് വേർഡ്, വലിച്ചു കീറിക്കളയും. അൺറാപ്പ് ചെയ്യാറില്ലേ, വലിച്ച് കീറിക്കളയും. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആണുങ്ങള് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇതിനുള്ള ക്ഷമയില്ല. രണ്ട്, അതിന്റെ ബ്യൂട്ടി പെണ്ണുങ്ങളെ പോലെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. മൂന്ന്, പൊതിഞ്ഞ സാധനം വലിച്ചു കീറുന്നത് കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാശ് കൊടുത്ത സാധനം മേടിച്ചിട്ട് പൊതിഞ്ഞിട്ട് കഴിഞ്ഞ് വേറൊരാളെ മുമ്പിലിട്ട് കീറുക എന്ന് പറഞ്ഞാൽ, പക്ഷേ അതവിടെ കിടക്കട്ടെ. അതല്ല ചിന്ത. നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ക്രിസ്മസ് സീസൺ, ഇറ്റ്സ് എ ടൈം ഓഫ് ഗിവിംഗ്. ആരാ ഏറ്റവും വലിയ ഗിഫ്റ്റ് നൽകിയത്? ഞാൻ അതിനെ കുറിച്ച് ഒരു കുറെ നോട്ടുകൾ എഴുതി. ദൈവമാണ് ഏറ്റവും വലിയ ദാതാവ്. പ്രൈസ് ദി ലോർഡ്. The greatest giver is our Lord. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, to give him, നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. He is the greatest giver. പറഞ്ഞു തീരാത്ത ദാനത്തിനായി, ഗിഫ്റ്റിനായി സ്തോത്രം എന്നെല്ലാം പൗലോസ് പറയുക. എന്നാൽ ഈ ഒരു ദാനം ലഭിച്ചത് ഞാൻ ഇന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, കേട്ടില്ലാത്ത ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആദ്യം ഇട്ടിട്ട് ഞാൻ വചനത്തിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണമുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ അറിയാം. 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. And then we will go from there. നിങ്ങൾക്ക് അടയാളമോ, ഈ ഇടയന്മാരോട് കർത്താവ് പറയുന്ന, ഇടയന്മാരോട് ദൂതൻ പറയുന്നതാണ്, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാവോ? ഇംഗ്ലീഷ് എടുത്തവരുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. And this shall be a sign unto you, you shall find the baby, babe എന്ന് വേറൊരു ട്രാൻസ്ലേഷൻ, wrapped in swaddling clothes. Wrapped in swaddling clothes. A baby wrapped
ഇൻ സ്വാഡ്ലിംഗ് ക്ലോസ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് ചിന്തിച്ചിട്ടില്ല. ശീല പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുമായിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ചിന്ത പോറില്ല. പക്ഷെ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത് പോലെ ഈ ബേബിയെ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ചെന്നവരാരും അഴിച്ചില്ല കേട്ടോ, നമ്മൾ അങ്ങനെ അഴിച്ചു നോക്കാറുണ്ടോ? അത് പിന്നെ സൗകര്യമാർക്കൊരു സ്പെഷ്യൽ ശുശ്രൂഷയായിരിക്കാം. അതുകൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഒരു ഗ്ലിംസ് അന്ന് അവിടെ ഇടയന്മാർക്ക് കാണാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിദ്വാൻമാർ കടന്നു വന്നിട്ട് അവർക്കും ആ വലിയ ദാനത്തിന്റെ ഒരു ഗ്ലിംസ് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ വിശ്വാസികളായി കടന്നു വന്നിരിക്കുന്ന എത്ര വർഷമായി വിശ്വാസികൾ വന്നിട്ട്? അനേക വർഷങ്ങളായി. ഇന്നും നമ്മൾ ഓരോ ദിവസവും സങ്കീർത്തനം വായിക്കുമ്പോഴാണെങ്കിലും ശുശ്രൂഷിക്കുമ്പോഴാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴും ഓരോ ഗ്ലിംസ്, ഓരോ പേപ്പർ ഇങ്ങനെ അൺറാപ്പ് ചെയ്യുന്നത് പോലെ അൺറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഹല്ലേലൂയ. ഓരോ ദിവസവും അവന്റെ മഹത്വത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഒരുപാട് കാണാനുണ്ട്. Yet to unwrap the greatness of our God. Hallelujah. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട്. So we are going to unwrap a little bit more. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇത് വായിച്ചതായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം, Matthew chapter 2 verses 1 onward. നിങ്ങൾ ഇതിനു മുമ്പ് അനേക പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് കേട്ടതായിരിക്കാം. എന്നാലും we are yet to unwrap one more fold. Hallelujah. കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവന് യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവൻ അവരോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ ദേശത്തിലെ ബേത്ലഹേമിൽ നീ യഹൂദ പുരോഹിതന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാൻ ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്നു എന്ന് അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടു. അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോഴും അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കും നൂലും കാഴ്ചവെച്ചു. മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ലീഡ് ചെയ്യുന്ന, നമ്മെ നടത്തുന്ന ഒരു ഇടയനെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ടു. എവിടെ വരെയാണ് നടത്തുന്നേ? നിത്യതയോളം നമ്മെ നടത്തുന്ന ഒരു നല്ല ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഇടയൻ. നല്ല ഇടയൻ ആക്ച്വലി 22-ാം അധ്യായത്തിലാണ്. ശ്രേഷ്ഠ ഇടയൻ, നമ്മെ നടത്തുന്ന ഒരു ശ്രേഷ്ഠ ഇടയൻ 23-ൽ. ഇനിയും പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഒരു വലിയ ഇടയൻ, ഹല്ലേലൂയ, 24-ാം അധ്യായത്തിൽ. അങ്ങനെയാ ആ സങ്കീർത്തനത്തിന്റെ പോക്ക്. നമ്മെ നടത്തുന്ന ഒരുവൻ. എവിടേക്ക് നടത്തുന്നേ? നിത്യതയോളം നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരുവൻ. എത്രവർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന ഒരുവനെന്ന്. ഹല്ലേലൂയ. നമ്മെ വീഴാതെ താഴാതെ എന്നെ ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഗൈഡ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്റെ മേൽ ദൃഷ്ടി വെച്ച് പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു നല്ല കർത്താവിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ആലോചനയിൽ വലിയവനായി കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എവിടെ വരെ എത്തിക്കും? എന്റെ മരണത്തിന്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും എന്നെ അവൻ കൈവിടാതെ എന്നോട് ചേർന്ന്, ഹല്ലേലൂയ, എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഭയപ്പെടണമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതുപോലെ 4-ാം യാമത്തിൽ, 3-ാം യാമത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ഒരുപക്ഷെ. 4-ാം യാമത്തിൽ എന്റെ അടുക്കൽ കടന്നു വന്ന് കടൽ മീത് നടന്നു വന്ന് എന്റെ പടയിൽ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു നല്ല ഇടയനോടുകൂടെയുണ്ട്. നിത്യതയോളം എന്നെ നടത്തുന്ന ഒരുവൻ ഉണ്ട്. ഹല്ലേലൂയ. ആ ഇടയനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കിഴക്കുന്ന വിദ്വാൻമാർ അവര് യേശുവിനെ കാണാൻ, യേശു കുഞ്ഞിനെ കാണാൻ പുറപ്പെടുകയാണ്. അവർ പുറപ്പെടാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഒരു നക്ഷത്രം കണ്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഗൈഡ് ചെയ്യുവാൻ, ഹല്ലേലൂയ, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും.
Praise the Lord. Hallelujah. നമുക്കറിയാവുന്ന ഭാഷയിൽ ഈ ഇടയന്മാർക്ക് അവർക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ദൂതന്മാർ വന്ന് ഒരു പാട്ടൊക്കെ പാടി കഴിയുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവുന്നത്. നക്ഷത്രം കണ്ട അവരൊട്ട് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര പേര് നക്ഷത്രം കണ്ടിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക്? നമുക്ക് കാണാനുള്ള നേരമില്ല. ആദ്യം തന്നെ മുകളിലേക്ക് നോക്കി ഒന്നും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താ നമ്മൾ കൊണ്ട് നടക്കുന്നത്, നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കും കർത്താവ് നമ്മോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിദ്വാൻമാര് അവര് ആക്ച്വലി ആകാശ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന നിരീക്ഷകരാ. അതുകൊണ്ടാ നക്ഷത്രം കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവരിറങ്ങിത്തിരിക്കാൻ കാരണം ഇറങ്ങിത്തിരിച്ചു. എന്നെ വേറൊരു ചിന്തയും ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് ക്രിസ്മസ് ടൈം നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ത് ചെയ്തു? നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ. മറുപടി ലഭിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇത്. എന്നാൽ റിസീവ് ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു അനുഭവം ഇനി വരണം. അതിനനുസരിച്ച് പുറപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ വിദ്വാൻമാര് നക്ഷത്രം കണ്ടപ്പോൾ ഇങ്ങനെ അനേക നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ എന്ത് കണ്ടു? ഒരു നക്ഷത്രം കണ്ടു. നമ്മൾ ഈ നക്ഷത്രത്തെ കുറിച്ചല്ല പഠിക്കാൻ പോകുന്നത്. ഇത് എന്റെ ജീവിതവുമായിട്ട് എന്താ ബന്ധം, അതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു നക്ഷത്രം കണ്ടു. ഇവർ ഈ നക്ഷത്രത്തെ നോട്ട് ചെയ്യാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും ഈ നക്ഷത്രം ഇവരുടെ ശ്രദ്ധയിൽ പിടിച്ചത്? ഒന്ന്, അതിന്റെ പ്രത്യേകത തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വെളിച്ചം അസാധാരണമായിരുന്നു. അസാധാരണമായി തിളങ്ങുന്നതിനെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഹോരേബിൽ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടപ്പോൾ അതൊരുവനെ അട്രാക്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതെന്തെന്ന് കാണാൻ ഞാൻ നോക്കും. അസാധാരണമായ വെളിച്ചം. കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് അസാധാരണമായ രീതിയിൽ പ്രകാശിക്കും. നമ്മുടെ മെച്ചമല്ല, നമ്മൾ പ്രകാശിക്കുന്നത് വേറൊരാൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. യേശു കർത്താവ് ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രകാശിക്കുന്നത്. ഈ പ്രകാശം അസാധാരണമായ പ്രകാശമാണ്. മോശയുടെ മുഖം കണ്ടപ്പോൾ തേജസ് കൊണ്ട് ജ്വലിച്ചത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ഇവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നു. അസാധാരണമായ ബ്രൈറ്റ്നസ്, അത് ഇവർ നോട്ട് ചെയ്യാനായിട്ടിടയായി. രണ്ട്, വലിപ്പം. ഒരുപക്ഷെ വലിപ്പം അസാധാരണമായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടെന്നിരിക്കില്ല. ഇത് ഒരെണ്ണം വലുതായിരിക്കണം. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു 3 നക്ഷത്രം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ്. കാരണം അതിന്റെ വലിപ്പം. പൊസിഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 10 നക്ഷത്രം ഇങ്ങനെ കൂടി എന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുകയാണെങ്കിൽ ആര് നോട്ട് ചെയ്യും? ആകാശത്തിലേക്ക് നോക്കുന്ന നമ്മളെല്ലാവരും നോട്ട് ചെയ്യും. ഈ നക്ഷത്രം നിൽക്കുന്നത് എല്ലാ നക്ഷത്രങ്ങളും നിന്നിടത്തല്ല നിന്നത്. എന്താ അതിന്റെ അർത്ഥം? അനേകർക്ക് നിൽക്കാൻ കഴിയാത്ത രംഗത്ത് നമ്മൾ നിൽക്കുന്നത് കാണുമ്പോഴാ പലരും നമ്മെ നോട്ട് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അനേകർക്ക് നിൽക്കാൻ കഴിയാത്ത രംഗത്ത് നീ നിന്ന് കത്തുന്നത് കാണുമ്പോൾ അനേകർക്ക് അതൊരു ഒരു നോട്ടപ്പുള്ളിയായിട്ട് something is there with the star. Uniqueness of the star. Position is unique. Brightness is unique. Hallelujah. നമ്മളാണോ നക്ഷത്രം? ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. ദാനിയേലിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം, അതെ, 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, നീതിയിലേക്ക് നടത്തുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാരെ പറ്റി പറയുന്നത്? എന്നെ പറ്റി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെന്നെ പറ്റി പറയുന്നത്. എന്താ പ്രത്യേകത? ബ്രൈറ്റ്നസ് ഈസ് യൂണിക്. എന്താ സിസ്റ്റർ സന്തോഷം? മറ്റുള്ളവർ നമ്മളോട് ചോദിക്കാനിടയാകും,
എന്താ സഹോദര ഇതിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇത്രയും സമാധാനം അനുഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അനേകർ വീണ ഒരു സിറ്റുവേഷനിലൂടെ ആണല്ലോ നിങ്ങളും പോകുന്നേ. നീ എന്നാ നിൽക്കുന്നേ? നിങ്ങൾക്ക് എങ്ങനെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ മധ്യത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന ചിലതുണ്ട്. അനേകർ നോട്ട് ചെയ്യും കേട്ടോ. ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് അതിന്റെ യുണീക്നെസ്സിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ വെളിച്ചത്തിൽ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ സ്ഥാനത്തിൽ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി. അവർ പഠിക്കാൻ തുടങ്ങി. അവർ പഠിച്ചപ്പോൾ ഒരു കാര്യം അവർക്ക് പിടികിട്ടി. രണ്ടാം വാക്യം വായിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ടു വന്നല്ല എഴുതിയിരിക്കുന്നേ. ഒരു പ്രത്യേക നക്ഷത്രം കണ്ടു എന്നും അല്ല എഴുതിയിരിക്കുന്നേ. ഞങ്ങൾ കണ്ടത് അവന്റെ നക്ഷത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യു ആൻഡ് മീ, നമ്മൾ ഓരോരുത്തരും ബിലോങ് ടു ദി ലോർഡ്. നമുക്കതൊരു ആശ്വാസത്തിന്, ഒരു സന്തോഷത്തിന്, ഹല്ലേലൂയ, ഒരു വക നൽകുന്നുണ്ട്. ഐ ബിലോങ് ടു ഹിം. അവന്റെ നക്ഷത്രം. അവന്റെ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം വായിച്ചു. രണ്ടാം വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. എന്താ അതിനർത്ഥം? There is a message behind the star. ഇവന്റെ പിന്നിൽ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മളെ കാണുന്നവർ ഏതെങ്കിലും രീതിയിൽ ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടോ? പണ്ടൊരിക്കൽ ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു അച്ഛൻ, അദ്ദേഹം തന്റെ സ്നേഹിതനോട് പറഞ്ഞെന്നാ പറയുന്നത്, കൂടെയുള്ള ശിഷ്യനോട്, നമുക്ക് ഇന്ന് ഈ ഗ്രാമത്തിൽ പോയി സുവിശേഷം അറിയിക്കാൻ പോകണം, പ്രസംഗിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവന് വലിയ സന്തോഷം തോന്നി. ഞാൻ വരുന്നു, ജംഗ്ഷനിലൊക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കാമല്ലോ. ഇദ്ദേഹം ഇങ്ങനെ നടന്ന് ഒരു 5-6 മൈല് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഈ ശിഷ്യൻ ചോദിച്ചു, പാച്ച, നമ്മൾ പ്രസംഗിക്കാൻ പോയതാണല്ലോ എന്ന്. പ്രസംഗിച്ചില്ലല്ലോ എന്ന്. ഇവിടെ അച്ഛൻ പറഞ്ഞു, നമ്മൾ പ്രസംഗിച്ചു വിതൗട്ട് വേർഡ്സ്, വാക്കുകളില്ലാതെ നമ്മൾ പ്രസംഗിച്ചു. പണ്ടൊരാള് ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, അതായത് preach the word all the time and if necessary then use words. എത്ര മനസ്സിലായി? എപ്പോഴും സുവിശേഷം പ്രസംഗിപ്പിൻ, അത്യാവശ്യം എന്ന് തോന്നിയാൽ മാത്രം വാക്കുകൾ ഉപയോഗിപ്പിൻ. അപ്പൊ നമ്മുടെ ജീവിതം എന്തുവാ? വലിയൊരു പ്രസംഗം. നമ്മുടെ ജീവിതം ഒരു മെസ്സേജാണ്. ഈ നക്ഷത്രം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തോ ഒരു മെസ്സേജ് ഉണ്ടല്ലോ. ഒരു തപ്പി. നമ്പേഴ്സിന്റെ പുസ്തകം, സംഖ്യാപുസ്തകം 24:17 വായിച്ചേ. സംഖ്യാപുസ്തകം 24-ാമത്തെ അതിന്റെ 17-ാം വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോൾ അലതാനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തലതാനും. യാക്കോബിൽ നിന്ന് നക്ഷത്രമോട് കുതിക്കും, ഇസ്രായേലിൽ നിന്ന് ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ വാസങ്ങളെ എല്ലാം തകർക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ചെങ്കോൽ വരും, ഞാൻ അവനെ കാണും. ഒരു പ്രവചനം ഇതിന് പിന്നിലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ദൈവങ്ങളെ, നമ്മളെ കുറിച്ചായി പറയുന്നത്, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് എന്തുണ്ട്? ഒരു പ്രവചനമുണ്ട്. A perfect plan behind your life. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ. കേട്ടോ ആൽവിൻ? There is a perfect clean plan behind our life. ഇവർക്കിത് മനസ്സിലായി. നമ്മൾ രാജാവിനുള്ളവരാണ്. രാജാവ് നമ്മളെ ഓൺ ചെയ്യുന്നു. രാജാവിന്റെ നക്ഷത്രമാണ്. പിന്നിൽ രാജാവ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു മെസ്സേജ് നമ്മെ കുറിച്ചുണ്ട്.
ഒരു പ്രവചന നിവൃത്തി ഈ നക്ഷത്രത്തിന് പിന്നിലുണ്ട്. നിനക്ക് പിന്നിൽ ഒരു പ്രവചന നിവൃത്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കതിന്റെ താഴേക്ക് വായിക്കാം. 3-ാം വാക്യം മുതൽ വായിക്കാം. 2 മുതൽ 1 വായിച്ചു. മത്തായിയുടെ സുവിശേഷം 2 മുതൽ 1 വായിക്കാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അവന്റെ നക്ഷത്രം കിഴക്ക് ഞങ്ങൾ കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഓക്കെ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമും ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. അതിന്റെ 8-ാം വാക്യം വായിച്ചേ. 9-ാം വാക്യം. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ കിഴക്ക് കണ്ട നക്ഷത്രം. അപ്പൊ ഇറ്റ്സ് എ മൂവിംഗ് സ്റ്റാർ, ഇറ്റ്സ് എ പ്രോഗ്രസീവ് ജേർണി ആയി കാണിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ ഒന്ന് തെളിഞ്ഞു വന്നു, ഐ ബിലോങ് ടു ഹിം, ഞാൻ അവന് വേണ്ടിയുള്ളവരാണെന്ന് തെളിഞ്ഞ ഒരു നക്ഷത്രം പിന്നെ കെട്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ അവന് വേണ്ടി തിളങ്ങി, എന്റെ പിന്നിൽ ഒരു മെസ്സേജ് ഉണ്ട്, എന്നെ കുറിച്ച് ഒരു പ്രവചനമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ കത്തി എന്നല്ല. ഇന്നത്തെ അനുഭവം എന്താ? നമ്മൾ ഇന്നും ലക്ഷ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. വി ആർ എ മൂവിംഗ് പീപ്പിൾ. നമ്മൾ പ്രോഗ്രസ് ഉള്ളവരായിരിക്കണം ക്രിസ്ത്യൻ ജീവിതത്തിൽ. നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേണമെങ്കിൽ ചുമ്മാ ഇരിക്കായിരുന്നു. നമ്മൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളൊരു 10 വർഷം മുമ്പ് ഇരുന്നത് പോലെയുള്ള ആത്മീയ നിലവാരത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയെക്കാളും അല്പം കൂടി നമ്മൾ വളർന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഞാനൊരു കാര്യം കേട്ടു. ഒരു കൊച്ചൻ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവെ, കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ നല്ല പിള്ളയായിട്ട് ജീവിച്ചതിന് നീ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് എഴുതി വന്നു. അത്ര എഴുതി കഴിഞ്ഞപ്പോൾ 6 മാസം എന്നുള്ളത് പുള്ളി വെട്ടിയിട്ട് 3 മാസം ആക്കി. അത് കഴിഞ്ഞ് അതും വെട്ടി. 2 ആഴ്ചയായിട്ട് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു. 2 ആഴ്ചയും വെട്ടി. കാരണം അവൻ ഒന്നും പറയാനില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുന്നതല്ല ഇടയ്ക്ക്, എങ്കിലാണ് നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. അനലൈസ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയെക്കാളും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വളർന്നിട്ടുണ്ടോ? വചനം വായിക്കുന്നതിൽ വളർന്നിട്ടുണ്ടോ? ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ വളർന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഞാൻ വളർന്നിട്ടുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കുക. ഇറ്റ്സ് എ മൂവിംഗ് സ്റ്റാർ, ഇറ്റ്സ് എ പ്രോഗ്രസീവ് സ്റ്റാർ. അതിന്റെ 9-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. 9-ാം വാക്യം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളും അവർ മുൻപായി പോയിക്കൊണ്ടിരുന്നു. 10. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇതിനിടയിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. ദർശനം കിട്ടിയവര്, നമ്മളെ കണ്ടിറങ്ങി തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തെറ്റായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. നമ്മളെ കണ്ടിറങ്ങി തിരിച്ചവർ ചിലപ്പോൾ വേറെ വല്ല വഴികേടെ പോയെന്നിരിക്കും. എന്നാൽ നമ്മിലൂടെ ഒരു ദൂത് ലഭിച്ച് അങ്ങനെ ഒരു വാഗ്ദത്തം പ്രാപിച്ചവര്, ദർശനം കണ്ടവര്, അവരിറങ്ങി തിരിച്ചപ്പോ എവിടെ എത്തി? പോരുന്ന വഴിക്ക് രാജകൊട്ടാരം കണ്ട വഴി മാറി കടന്നുപോയി. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? നമ്മളെ ഫോളോ ചെയ്ത ഒരാള്, നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, നമ്മളെ ഫോളോ ചെയ്ത ഒരാൾ നമ്മളെ വിട്ടു പോയാൽ എന്തോ ചെയ്യും? അത് പുസ്തകത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ യാത്ര നമ്മൾ തുടരും. എന്നാൽ ഈ നക്ഷത്രത്തിന്, അതായത് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു നല്ല ഗുണമാണ് ഈ നക്ഷത്രം ഇവിടെ കാണിക്കുന്നത്. എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അറിയോ? ദർശനം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ദൈവാത്മാവ് ഒരു കാര്യം നമ്മളോട് ഓർപ്പിക്കുകയാണോ? ദർശനം നമ്മുടെ കൂടെ ഇറങ്ങി തിരിച്ചവർ എത്രയോ പേര് വീടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ സ്നാനപ്പെട്ടിട്ടും വീട്ടിനകത്തിരിക്കുന്നവര്, മർത്തവയിലേക്ക് തിരിച്ചു പോയവര് എത്രയോ പേരുണ്ടെന്നറിയോ? ദർശനം നഷ്ടപ്പെട്ടവരാ. നമ്മളെ കർത്താവ് ഒരു കാര്യത്തിലൊന്ന് ഷെയ്ക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ ജാഗരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്നാൽ തീർച്ചയായിട്ടും ദൈവം ഇടപെടും. കാരണം അവരുടെ ആ ഒരു ഔട്ട് ഓഫ് ട്രാക്ക് പോകുന്നത് ചുരുങ്ങിയ സമയത്തേക്കാണ്. അവരവിടെ കയറി കഴിഞ്ഞിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ? രാജകൊട്ടാരത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല.
അവരവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവർ വീണ്ടും ഈ നക്ഷത്രം കണ്ടു. വലിയ ചിന്തയത്. വീണ്ടും ആരെ കണ്ടു? നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ കണ്ടു. നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മളെ വീണ്ടും കാണും. ബ്രൈറ്റ്നെസ്സിന് കുറവില്ലെങ്കിൽ നമ്മളെ അവർ കാണും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോ? നമ്മുടെ ബ്രൈറ്റ്നെസ്സിന് കുറവ് വന്നിട്ടില്ലെങ്കിൽ ആര് നമ്മളെ കാണും? ഈ പോയവരൊക്കെ നമ്മളെ കാണും. നമ്മുടെ യുണീക്നെസ് നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ഇവർ കാണും. ഹല്ലേലൂയ. നമ്മുടെ യാത്രയിൽ നമ്മൾ ട്രാക്ക് തെന്നിയിട്ടില്ലെങ്കിൽ ഇവർ നമ്മളെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ എന്ന പ്രകാരം നമ്മളെ കർത്താവ് സഹായിക്കണം. എവിടെ വരെയും പോയി? ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി യു ആൻഡ് മീ, നമ്മൾ ചിലരെ ഗൈഡ് ചെയ്യുന്നവരാ. ഈ സഭയെ കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കട്ടെ. ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ അനേകരെ ശിശു ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അന്നത്തെ ആ സംഭവമാണ്. യേശു കുഞ്ഞിരിക്കുന്നിടത്തേക്ക് നക്ഷത്രം നടത്തിയെങ്കിൽ നമ്മൾ യേശു എവിടെ വരെയാ വന്നത്? പണ്ടൊരാളിങ്ങനെ പറഞ്ഞു, ലോകത്തിലുള്ള സകല മനുഷ്യരും ബേത്ലഹേമിലെത്താൻ അവർക്ക് ഇഷ്ടമാണ്. ക്രിസ്ത്യാനികളായവർ മാത്രം എവിടെ വരെ എത്തുന്നറിയോ? കാൽവരി വരെയും പോകും. എന്നാൽ പെന്തക്കോസ്തരായ നമ്മുടെ പ്രത്യേകത കാൽവറിക്കും ബിയോണ്ട് കാൽവറി. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് എത്തിവരാൻ നമ്മൾ അനേകരെ ഗൈഡ് ചെയ്യുന്നവരാണ്. യേശുവിന്റെ അടുക്കിലേക്ക് അനേകരെ എത്തിക്കേണ്ടവരാണ് നമ്മൾ. പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നമ്മളെ കാണുന്നത് അനേകർക്ക് സന്തോഷമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും നിങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരൊറ്റ തെളിവുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഒരിക്കൽ ഞാനും ലോഹിസോടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് എൻ്റെ സ്നേഹിതൻ ഒരു കത്തോലിക്കൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വീട് വരെയും ജസ്റ്റ് അതിലൊന്ന് പാസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീട്ടിലൊന്ന് കയറി അവനൊന്ന് കണ്ടേച്ചു പോവാം, അവൻ ചിലപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ നാട്ടില് ഞങ്ങൾ പോയപ്പോൾ ആ വീട്ടിലൊന്ന് ചെന്ന് കയറി. നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വാതിൽക്കെ കൊട്ടി. അപ്പച്ചൻ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി കൂടി വന്നു വാതിൽ തുറന്നു. എന്നെ കണ്ടു, ലോവിസിനെ കണ്ടപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കണ്ണ് രണ്ടും വികസിച്ചിട്ട് ഓടി പരിക്കത്തെ കയറി. അത് കഴിഞ്ഞിട്ട് ലോവിസിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി. എൻ്റെ മോളെ കണ്ടപ്പോൾ എനിക്കൊന്നും എന്തെല്ലാം തോന്നിപ്പോയി. കാരണം അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മച്ചി സ്നാനപ്പെട്ടതാ. അത് അപ്പച്ചൻ പോലും അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു മനുഷ്യനും ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യമില്ല. പക്ഷേ അമ്മച്ചിയുടെ ഉള്ളിൽ വീണ്ടും ആ തീ ഒന്ന് ആളാനായിട്ടിടയായി. എന്നാ കാരണം അറിയോ? അവൾ ആഭരണം ഇട്ടില്ലായിരുന്നുള്ളൂ. ഞാൻ ആഭരണം ഇടുന്നതിനോ എതിരോ ഇടാതിരിക്കുന്നതിനോ അതൊന്നല്ല എൻ്റെ വിഷയം. ഹല്ലേലൂയ. എന്നാൽ ഇത് കണ്ടപ്പോഴേ, ഇവളെ കണ്ടപ്പോഴേ, എന്നെ കാണുമ്പോഴേ, നിങ്ങളെ കാണുമ്പോഴേ ചില ഹൃദയങ്ങൾ തുടിക്കുവാനായിട്ട് ഇന്ന് ഈ പട്ടണത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ, നിന്റെ സംസാരം കാണുമ്പോൾ, നിന്റെ യാത്ര കാണുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ബ്രൈറ്റ്നസ് കാണുമ്പോൾ അനേകർക്ക് സന്തോഷം പകരുവാൻ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിക്കുന്നു എഴുതിയിരിക്കുന്നത്. ദൈവങ്ങളെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ. ദൈവം നമ്മെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ അവിടെ പോകുന്ന ഒരു പെന്തക്കോസ്തുകാരനും ഇവിടെ പോകുന്ന ഒരു പെന്തക്കോസ്തുകാരിയും എന്നതുപോലെ അല്ല ഒരു വ്യത്യാസം എന്നിലും നിങ്ങളിലും ദൈവങ്ങൾ കാണേണ്ടത്. ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾക്കൊരു യാത്രയുണ്ട്. എന്താ യാത്ര? നമുക്ക് പിന്നിൽ ഒരു രാജാവുണ്ട്. നമുക്കൊരു തിളക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു യാത്രയുണ്ട്. അനേകർക്ക് നിൽക്കാൻ പറ്റാത്ത രംഗങ്ങളിൽ നിന്നെ അവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അനേകരെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനാണ്. ആദ്യം കേട്ടതുപോലെ നിത്യതയോളം അവൻ നമ്മെ നടത്തുന്നവനാണെങ്കിൽ അനേകരെ നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.